ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുമ്പോഴും അങ്ങ് തെല്ലവീവിലും ജെറുസലേമിലും ബെഞ്ചമിൻ നെതന്യാഹു ഒട്ടും സമാധാനത്തിലല്ല. നെതന്യാഹുവിൻ്റെ വസതി തൊട്ട് ഓഫീസ് വരെ പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുകയാണ്. ഗസയിൽ ഇപ്പോഴും കഴിയുന്ന ബന്ധുക്കളുടെ കുടുംബങ്ങളുണ്ട് അക്കൂട്ടത്തിൽ. ഗസ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് അവരുടെ എല്ലാം ആവശ്യം. ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസി മേധാവിയെ പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിക്കുന്നവരും ആ ജനസഞ്ചയത്തിലുണ്ട്. നെതന്യാഹുവിന്റെ നടപടിയിലൂടെ യുദ്ധകാലത്ത് രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് വടി കൊടുത്തിരിക്കുകയാണ് എന്നാണ് അവരുടെ പ്രധാന ആക്ഷേപം. അതൊരു സുവർണാവസരമായി കാണുന്ന പ്രതിപക്ഷ പാർട്ടികളുമുണ്ട് ആ പതിനായിരങ്ങളിൽ. എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന പ്രധാന ഘടകം ഒന്നു മാത്രമാണ്: നെതന്യാഹു വിരുദ്ധത. ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിക്കുകയല്ലാതെ ദുർബലമാകുകയോ ചിന്നിച്ചിതറുകയോ ചെയ്യുന്ന ഒരു ലക്ഷണവുമില്ല. കഴിഞ്ഞ ദിവസം നഗരത്തിൽ പെയ്ത കനത്ത മഴയും അവഗണിച്ച് ആയിരങ്ങളാണ് പ്രതിഷേധ റാലിയിൽ അണിനിരന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഹമാസിനെ ചൂണ്ടിക്കാണിച്ച് പുറത്ത് മുഖം രക്ഷിക്കാൻ നോക്കുമ്പോഴും നെതന്യാഹുവിന് സ്വന്തം മണ്ണിൽ ഉറക്കമില്ലാത്ത രാവുകളാണ് കടന്നുപോകുന്നത്. ഒരുപക്ഷെ ഒക്ടോബർ 7 തൊട്ടു മുൻപുള്ള പ്രക്ഷോഭമുഖരിതമായ ഇസ്രായേലിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് രാജ്യം വീണ്ടും പോകുന്നതെന്ന് പറയാം. ഷിൻബത്ത് മേധാവി റോണൻ ബാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ക്യാബിനറ്റ് യോഗം നടന്നത് വ്യാഴാഴ്ചയായിരുന്നു. അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വഴി ഉപരോധിച്ചിരിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ. ഓഫീസിന് മുന്നിൽ കാറുകൾ നിരത്തി നിർത്തിയായിരുന്നു വ്യത്യസ്തമായ പ്രതിഷേധം. ആ കാറുകൾ പോലീസ് ഇടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. 100 കണക്കിന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരക്കാർ. ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുകയും റോണൻ ബാറിനെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ബുധനാഴ്ച തെല്ലവീവിലേക്ക് പ്രതിഷേധവുമായി പതിനായിരങ്ങൾ ഒഴുകിയത്. അതിനിടെ അറ്റോർണി ജനറൽ ഗാലി ബെഹ്റാവ് മിയാരെയും നീക്കം ചെയ്യാൻ നെതന്യാഹു നീക്കം നടത്തുന്നതായുള്ള വാർത്തകളും വന്നിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ ഉൾപ്പെടെ നെതന്യാഹുവിൻ്റെയും ഭരണകൂടത്തിൻ്റെയും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ മേധാവികളാണ് ഇവരെല്ലാം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാറിന്റെ നേതൃത്വത്തിൽ നെതന്യാഹുവിൻ്റെ അഴിമതികളിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടെയാണ് ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ നെതന്യാഹുവിൻ്റെ തിരക്കിട്ട നീക്കവും. യുദ്ധത്തിന് മുൻപ് ഇസ്രായേലിലുടനീളം വൻ കോളിളക്കം സൃഷ്ടിച്ച ജുഡീഷ്യൽ പരിഷ്കരണ പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള നീക്കങ്ങളും നെതന്യാഹു സജീവമായി നടത്തുന്നുണ്ട്. ജുഡീഷ്യറിക്ക് മേൽ ഭരണവൃന്ദത്തിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് നിയമം. ഗസ ആക്രമണത്തിന്റെ മറവിൽ അത് ചുളിവിൽ നടപ്പാക്കിയെടുക്കാമെന്നാണ് നെതന്യാഹു സ്വപ്നം കാണുന്നത്. നെതന്യാഹു വിരുദ്ധ പ്രതിഷേധം കടുക്കാൻ ഇതെല്ലാം കാരണമായിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നുമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സ്വന്തം പാർട്ടിയായ ലിക്വിഡിന്റെ നേതാക്കൾ വരെ സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു. നെതന്യാഹു ജനാധിപത്യത്തിന് അപകടമാണെന്നാണ് ലിക്വിഡ് മുൻ മന്ത്രി ഡാൻ മെറിഡോർ പറഞ്ഞത്. തുർക്കിയിലും ഹംഗറിയിലും സംഭവിച്ചതിന് സമാനമായ ദുരന്തത്തിലേക്കാണ് നെതന്യാഹു ഇസ്രായേലിനെ നയിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണെന്നും മെറിഡോർ പറയുന്നു. 1 ലക്ഷത്തോളം പേർ ജെറുസലേമിലെ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെല്ലവീവ് യൂണിവേഴ്സിറ്റി, ഹീബ്രു യൂണിവേഴ്സിറ്റി, ബെസ്രേൽ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്ക് നടന്ന പ്രതിഷേധത്തിലും പ്രൊഫസർമാരും സർവകലാശാലാ ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു.